എന്റെ രക്ഷകനും ഗുരുവും സ്നേഹിതനുമായ ഈശോയെ, വേദപാഠം വഴിയായി അങ്ങയെ പൂർണ്ണമായി അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും എന്നെ പഠിപ്പിക്കണമേ. അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന പുത്രസ്ഥാനത്തെ അറിഞ്ഞ് വിശുദ്ധിയിൽ വളരുന്നതിനും എന്നെ സഹായിക്കണമേ. അങ്ങേ വിശ്വാസം എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിന് എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുഗ്രഹിക്കണമേ. ശ്രദ്ധയോടും സ്ഥിരോത്സാഹത്തോടും മതപാഠ ക്ലാസുകളിൽ പങ്കെടുക്കാമെന്നും പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തി സാക്ഷ്യം നൽകാമെന്നും അങ്ങനെ അങ്ങയെ അറിയുന്നതിന് പരിശ്രമിക്കാമെന്നും സഭയോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, എന്റെ കാവൽ മാലാഖയെ, ഈ പുണ്യ കർത്തവ്യത്തിൽ എന്നെ സഹായിക്കണമേ. ആമീൻ. ശംശയിക്കും സ്തുതിയായിരിക്കട്ടെ. മക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ക്ലാസ്സിനെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് നയിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്കിരിക്കാം. കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഹാജരായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കണ്ടു എല്ലാവരുടെയും അറ്റൻഡൻസ് എല്ലാം. ഇനി ആർക്കെങ്കിലും ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഏത് സംശയവും ഞാൻ തീർത്തു തരുന്നതായിരിക്കും. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാം പഠിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ പോയി വീട്ടിൽ പോയി വായിച്ച് ചോദ്യത്തിന് ഉത്തരവൊക്കെ എഴുതിയല്ലേ? ശരിയാണോ? വായിച്ച് നോക്കിയാ? കണ്ടെന്നേ ടീച്ചർ വിചാരിക്കുള്ളൂ, വിശ്വസിക്കുകയും ചെയ്യുന്നുള്ളൂ. നിങ്ങൾ നല്ല കുട്ടികളാണ്, എടുക്കുന്ന പാടാണെന്ന് പഠിച്ചാൽ അടുത്ത് വരുന്ന വലിയ പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കും. 1 വേർഡ് ഉണ്ടാവും, അതൊക്കെ അണ്ടർലൈൻ ചെയ്യണം ടെക്സ്റ്റ് ബുക്കിൽ. എന്നിട്ട് അത് എഴുതിയെടുക്കണം. 2-3 ആവർത്തി വായിച്ചാൽ മതി, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ അഥവാ പീഡനങ്ങൾ എന്തെല്ലാമാണെന്ന്. ചലഞ്ച് അല്ലേ? എന്തെല്ലാം? ഈ പ്രയാസങ്ങളുടെ സഭ എങ്ങനെ വളർന്നു? ആദ്യത്തെ രക്തസാക്ഷി ആരാണ് ആദ്യത്തെ രക്തസാക്ഷി? സ്തെഫാനോസ് അഥവാ സെയിന്റ് സ്റ്റീഫൻ. ഇന്ന് ആദിമ സഭയ്ക്ക് നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ, വെല്ലുവിളികൾ ഏവ? ആരിൽ നിന്നല്ല, ആദിമ സഭയ്ക്ക് വന്ന പ്രയാസങ്ങൾ, വെല്ലുവിളികൾ, അതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ജനപ്രമാണികളിൽ നിന്നുള്ള എതിർപ്പ് എന്തൊക്കെയായിരുന്നു നോക്കാം. ആദ്യമായിട്ട്, സുവിശേഷം പരസ്യമായി പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് യഹൂദ അധികാരികൾ ക്രിസ്തു ശിഷ്യന്മാരെ തടഞ്ഞ്. യഹൂദ അധികാരികളുടെ ഒരു ഭരണമായിരുന്നു ആ സമയം അല്ലേ? സുവിശേഷം പരസ്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല, ഇത് അവർ നിർബന്ധമാക്കി. അങ്ങനെ ചെയ്യുന്നവരെ വല്ലാതെ അവർ ശിക്ഷിച്ചിരുന്നു. അതായിരുന്നു അവർക്ക് നേരിട്ട ഏറ്റവും വലിയ പ്രയാസം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 13 മുതൽ 20 വരെയും 5-ാം അധ്യായം 40 വാക്യങ്ങളിലും ഇത് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 16 മുതൽ 24 വരെ വാക്യങ്ങളിലെ യേശു ശിഷ്യന്മാരെ ജയിലിലടക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും മറ്റു തരത്തിൽ പീഡിപ്പിക്കുകയും ചെയ്യുന്നതായി വ്യക്തമായി കാണാം. എവിടെ? ഈ വാക്യങ്ങളിലെല്ലാം, ഈ ഭാഗങ്ങളിലെല്ലാം, 16-ാം അധ്യായത്തിലും മറ്റും നമുക്ക് ക്രിസ്തു ശിഷ്യന്മാരെ ജയിലിലടച്ച് ക്രൂരമായി പീഡിപ്പിക്കുക, മർദ്ദിക്കുക തുടങ്ങിയ പീഡനങ്ങൾ വ്യക്തമായി വായിച്ചാൽ മനസ്സിലാവും. വിശ്വാസികളിൽ പലരും കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടു. അന്നുണ്ടായ പീഡനങ്ങളിൽ ഒന്നാണ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. അതിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തെഫാനോസ് അഥവാ സെയിന്റ് സ്റ്റീഫൻ. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 54 മുതൽ 60 വരെയുള്ള വാക്യങ്ങളിലെ ഇത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ധാരാളം പേർ വാളിനിരയായി. യാക്കോസ്ലീഹ അല്ലേ വാളിനിരയായ ആദ്യത്തെ ക്രിസ്തു ശിഷ്യനാണ്. 12-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളൊന്ന് വായിച്ചു നോക്കും. നിങ്ങളെ ബൈബിളെടുത്തൊന്ന് വായിക്കണം. അതാണ് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു പുതിയ
കിട്ടി. പുതിയത് കേൾക്കുന്ന പോലെ ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ് അല്ലേ? ക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബൈബിൾ വായിച്ചിരുന്നെങ്കിൽ, അപ്പസ്തോല പ്രവർത്തനം എടുത്ത് വായിച്ചാൽ മുഴുവനും ആദിമസഭയ്ക്ക് നേരിട്ട നന്മകളും വെല്ലുവിളികളും പീഡനങ്ങളും എന്നിട്ടും വിശ്വാസത്തിൽ ഉറച്ചു നിന്നതും എല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അത് നിങ്ങൾ വായിക്കണം. വീട്ടിൽ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ ഈ ഭാഗം എടുക്കണം. അപ്പസ്തോല പ്രവർത്തനം എടുത്തിട്ട് ടീച്ചറിൽ പഠിപ്പിച്ച പാഠങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഭാഗങ്ങൾ എടുത്തിട്ട് വായിച്ച് സ്വരത്തിൽ വായിക്കണം. നിങ്ങൾ ഒരു പേജ് വായിച്ചാൽ മതി ഒരു ദിവസം. നിങ്ങൾ വായിക്കുമോ? അല്ലെങ്കിൽ വായിക്കുന്നവരോട് പറയണം വീട്ടിൽ. അപ്പോൾ അന്ന് നടന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം. അപ്പോൾ അതിലുണ്ട് ഒരു അമ്മ തൻ്റെ മക്കളെ എല്ലാവരെയും ഒന്നിനൊന്നായി പീഡനത്തിന് വിട്ടുകൊടുക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് അമ്മ മക്കളെ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. മക്കബായരുടെ പുസ്തകത്തിലാണ് അതുള്ളത്. പലരെയും ജീവനോടെ കത്തിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ഇച്ചിരി കൈയൊന്ന് പൊള്ളിയാൽ നമ്മളുടെ വേദന എന്തായിരിക്കും? ഈ ഒരു വ്യക്തിനെ ജീവനോടെ കത്തിക്കുകയാണ്. എഴുന്നേറ്റ് ഓടിയൊന്നുമില്ല. ആ പീഡനത്തിന് ഇരയായി അടിമയായി അവിടെ നിന്നു. വേറെ ചിലരെ നാട് കടത്തി കളഞ്ഞു. ഇങ്ങനെ ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്നതിലേറെ പീഡനങ്ങൾ ഇവർ ക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ഈ സമയം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. ആദ്യം ഉണ്ടായത് പരിച്ഛേദനം സംബന്ധിച്ച തർക്കം. നമ്മൾ പരിച്ഛേദനത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ് അല്ലേ? വിജാതീയ സമൂഹങ്ങളിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർ പരിച്ഛേദനത്തിന് വിധേയമാകണമെന്ന് നിർബന്ധം. വിജാതീയ സമൂഹങ്ങളിൽ നിന്ന് അല്ലേ? എല്ലാവരെയും ക്രിസ്തുവിന്റെ വിശ്വാസത്തിലേക്ക് നയിക്കാനാണ് ക്രിസ്തു ശിഷ്യന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തർക്കമുണ്ടായി. വിജാതീയ സമൂഹങ്ങളിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർ പരിച്ഛേദനത്തിന് വിധേയമാകണമെന്ന് നിർബന്ധം. ആദിമസഭയിൽ ഭയങ്കര വെല്ലുവിളി ഉയർത്തിയത് ജെറുസലേം സൂനകദോസ് വഴിയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയതെന്ന് നമ്മൾ പഠിച്ചു. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ആ സൂനകദോസാണ് ഏറ്റവും ആദ്യത്തെ സൂനകദോസ്, ജെറുസലേം സൂനകദോസ്. അതുവഴിയാണ് ഈ പരിച്ഛേദനം സംബന്ധിച്ച തർക്കത്തിന് പരിഹാരം കണ്ടെത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ വരികയാണ് മധ്യമയുഗത്തിൽ സഭ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കണം. സഭ എന്തെല്ലാം പ്രയാസങ്ങളാണ് സഹിച്ചത്. എന്നിട്ടും ഇന്നും നിലനിൽക്കുന്നു, ഉറച്ചു നിൽക്കുന്നു, സഭ വളരുന്നു. കാരണം എന്താണ്? ഈ ശിഷ്യന്മാരുടെ എല്ലാം ചുടുനിണത്തിലാണ് സഭ വളരുന്നത്. അടിസ്ഥാനം അതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടുപഠിക്കണം, കേട്ടുപഠിക്കണം. വിശ്വാസത്തിൽ നിന്നും അണുകിട വ്യതിചലിക്കരുത് എന്നാണ് ഈ സുവിശേഷ വാക്യങ്ങളും ഈ ഭാഗങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവശാസ്ത്രപരമായ തർക്കങ്ങളുടെയും സഭാവിരുദ്ധമായ സിദ്ധാന്തങ്ങളുടെയും പ്രചരണം. ദൈവശാസ്ത്രപരമായ തർക്കങ്ങൾ അതിപ്പോഴും നടക്കുന്നുണ്ട് അല്ലേ? പലർക്കും പല പല തർക്കങ്ങളാണ് ദൈവത്തെ വിശ്വാസത്തെക്കുറിച്ച്. സഭാവിരുദ്ധമായ സിദ്ധാന്തങ്ങൾ. എന്തെങ്കിലും ഒരു നല്ല വചനപ്രഘോഷണം നടക്കുന്ന സ്ഥലത്ത് സഭാവിരുദ്ധമായി പറയുന്ന ആൾ വരികയും അവരുടേതായ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഇന്നും പതിവുണ്ട്. അതന്നും ഉണ്ടായിരുന്നു. പാപ്പായും സഭാ തലവന്മാരും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സഭ പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും രണ്ടായി പിരിഞ്ഞു. പാപ്പായും സഭാ തലവന്മാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. വളരെ പ്രയാസമായി ഇത് സഭയിൽ. ആ സഭ അന്ന് രണ്ടായി പിരിഞ്ഞതാണ്. സഭ പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും രണ്ടായി പിരിഞ്ഞു. സഭ ഐക്യത്തിന് കോട്ടം തട്ടിയ ഒരു സംഭവമായിരുന്നു ഇത്. സഭയുടെ ഐക്യത്തിന് വലിയ കോട്ടം തട്ടിയ ഒരു സമയമായിരുന്നു അത്. പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും സഭ രണ്ടായി പിരിയുകയും ചെയ്തു. ഇനി അടുത്ത പ്രയാസങ്ങൾ, വെല്ലുവിളിയാണ് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം. സഭയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിലനിന്നിരുന്ന അഴിമതിയും സഭാധികാരികളുടെ രാഷ്ട്രീയ ഇടപെടലുകളും ആഴമേറിയ വിശ്വാസത്തിന്റെ കുറവും ദണ്ഡവിമോചനത്തിന്റെ പേരിലുണ്ടായ തർക്കവിതർക്കങ്ങളും ജർമ്മനിയിലെ മാർട്ടിൻ ലൂതർ എന്ന അഗസ്റ്റീനൻ സന്യാസിയെ സഭയിൽ ഒരു നവീകരണം നടത്താൻ പ്രേരിപ്പിച്ചു. എന്തെല്ലാമാണ്? സഭയെ വിവിധ മണ്ഡലങ്ങളിൽ നിലനിന്നിരുന്ന, അന്ന് സഭയിൽ വിവിധ സ്ഥലങ്ങളിൽ നിലനിന്നിരുന്ന മണ്ഡലങ്ങളിൽ അഴിമതിയും സഭാധികാരികളുടെ രാഷ്ട്രീയ ഇടപെടലുകളും. ഇപ്പം ഇല്ലേ? ഇപ്പോഴും ഉണ്ട് അല്ലേ? പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും സഭയിലൊരു കുറവും വന്നിട്ടില്ല. ആഴമേറിയ വിശ്വാസത്തിന്റെ കുറവ്. ആഴമേറിയ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഒരുപാട്. ദണ്ഡവിമോചനത്തിന്റെ പേരിലുണ്ടായ തർക്കവിതർക്കങ്ങൾ. ദണ്ഡവിമോചനത്തെക്കുറിച്ച് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ? ശീഷ്മ, ദണ്ഡവിമോചനം, അതുവഴി നമുക്ക് ലഭിക്കുന്ന കൃപകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്.
ജർമ്മനിയിലെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജർമ്മനിയിലെ അന്നത്തെ മാർട്ടിൻ ലൂതർ എന്ന അഗസ്റ്റീനിയൻ സന്യാസി സഭയിൽ ഒരു നവീകരണം നടത്താൻ തന്നെ തീരുമാനിച്ചു. 1517 ഒക്ടോബർ 30 മാർട്ടിൻ ലൂതർ വിറ്റൻബർഗ് കത്തീഡ്രൽ പള്ളിയുടെ പ്രധാന വാതിലിൽ തന്റെ നവീകരണ ആശയങ്ങൾ അടങ്ങുന്ന 95 പ്രമേയങ്ങൾ പതിപ്പിച്ചതോടുകൂടെ അദ്ദേഹം സഭയോടുള്ള തന്റെ തുറന്ന യുദ്ധം ആരംഭിച്ചു. ആരാണ്? 1517 ഒക്ടോബർ 30 മാർട്ടിൻ ലൂതർ ആരായിരുന്നു? അഗസ്റ്റീനിയൻ സന്യാസി. സഭയിൽ നവീകരണത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ്. വിറ്റൻബർഗ് എന്ന കത്തീഡ്രൽ പള്ളിയുടെ പ്രധാന വാതിലിൽ തന്റെ നവീകരണ ആശയങ്ങൾ അടങ്ങുന്ന 95 പ്രമേയങ്ങൾ പതിപ്പിച്ചതോടുകൂടെ അദ്ദേഹം സഭയോടുള്ള തന്റെ തുറന്ന യുദ്ധം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ പ്രമേയങ്ങൾ സഭയെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അല്ലേ? അഗസ്റ്റീനിയൻ സന്യാസിയാണ്. ഇത്ര 95 പ്രമേയങ്ങൾ അവിടെ വന്ന് പതിപ്പിച്ചു. ശരി തന്നെ. അതെല്ലാം എല്ലാവരും ഒന്ന് ചിന്തിപ്പിച്ചു. എന്താണ് ഇതിന്റെ കാരണം? എല്ലാ അധികാരികളും മറ്റും സഭാശ്രേഷ്ഠന്മാരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്തുകൊണ്ടാണ് സഭയ്ക്ക് ഇങ്ങനെ വന്നതല്ല. എങ്കിലും അദ്ദേഹത്തിന്റെ തുടർ നടപടികളും അദ്ദേഹം സ്വീകരിച്ച മാർഗങ്ങളും സഭയുടെ പഠനങ്ങളിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കപ്പെട്ടവയായിരുന്നു. എന്തുകൊണ്ടത് സ്വീകരിച്ചില്ല? അല്ലേ? എല്ലാവരും ഒന്ന് ചിന്തിപ്പിച്ചല്ലേ? സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ തുടർ നടപടികൾ, അതിനെക്കുറിച്ച് അയാൾ പിന്നീട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സ്വീകരിച്ച മാർഗങ്ങൾ സഭയുടെ പഠനങ്ങളിൽ നിന്നും സഭയുടെ വിശ്വാസത്തിൽ നിന്നും വളരെ വ്യതിചലിക്കപ്പെട്ടവയായിരുന്നു. സഭയുടെ പഠനങ്ങളിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കപ്പെട്ടവയായിരുന്നു. തൽഫലമായി 1521 ജനുവരി 3 ലയോ 10 പാപ്പ അദ്ദേഹത്തെ സഭയിൽ നിന്നും പുറത്താക്കി. അവിടെ അണ്ടർലൈൻ ചെയ്യണം, പഠിക്കണം. വൺ വേർഡ് വരും, പിന്നെ ഇത് ചോദിക്കുകയും ചെയ്യും. ചോദ്യമായിട്ടും വരാം. 1521 ജനുവരി 3 ലയോ 10 ആരാണ് പുറത്താക്കിയത്? ലയോ 10 പാപ്പ അദ്ദേഹത്തെ സഭയിൽ നിന്നും പുറത്താക്കി. ആരെയാണ് പുറത്താക്കിയത്? മാർട്ടിൻ ലൂതറിനെ, അല്ലേ? അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഏറെക്കുറെയൊക്കെ ശരിയായിരുന്നെങ്കിലും അത് നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ വളരെ മോശമായിരുന്നു. മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം രൂപം പ്രാപിച്ചു. അത് അയൽ രാജ്യങ്ങളിലേക്ക് പടർന്നു. അത് പടരാൻ തുടങ്ങി. അതിന് പുതിയ രൂപവും ഭാവവും ലഭ്യമായി. ഈ പന്തലിച്ചതിന് പുതിയ രൂപമുണ്ടായി, പുതിയ ഭാവമുണ്ടായി. ഫ്രാൻസിലെ ജോൺ കാൽവിന്റെ പ്രവർത്തന ഫലമായി കാൽവിനിസം അഥവാ പ്രസ്ബിറ്റേറിയൻ സഭ എന്ന പേരിൽ പുതിയൊരു വിഭാഗം രൂപം കൊണ്ടു. കാൽവിൻ തന്റെ വളർച്ചയ്ക്കായി ഒരു ഭരണഘടനാ കൗൺസിൽ രൂപീകരിക്കുകയും പാസ്റ്റർ, ഉപദേഷ്ടാവ്, ആചാര്യൻ, ഡീക്കൻ എന്നിങ്ങനെ 4 തരക്കാരെ സഭാ കാര്യങ്ങൾ നോക്കാൻ നിയോഗിക്കുകയും ചെയ്തു. ടീച്ചർ ഒന്നും കൂടി ആ ഭാഗം പറഞ്ഞുതരാം. ഫ്രാൻസിലെ ജോൺ കാൽവിന്റെ പ്രവർത്തന ഫലമായി കാൽവനിസം അഥവാ പ്രസ്ബിറ്റേറിയൻ സഭ എന്ന പേരിൽ പുതിയൊരു വിഭാഗം രൂപം കൊണ്ടു. കാൽവിൻ തന്റെ വളർച്ചയ്ക്കായി ഒരു ഭരണഘടനാ കൗൺസിൽ രൂപീകരിക്കുകയും പാസ്റ്റർ, ഉപദേഷ്ടാവ്, ആചാര്യൻ, ഡീക്കൻ എന്നിങ്ങനെ 4 തരക്കാരെ സഭാകാര്യങ്ങൾ നോക്കാൻ നിയോഗിച്ചു. എത്ര തരക്കാരെ? പാസ്റ്റർ, ഉപദേഷ്ടാവ്, ആചാര്യൻ, ഡീക്കൻ എന്നിങ്ങനെ 4 തരക്കാരെ സഭാകാര്യങ്ങൾ നോക്കാൻ നിയോഗിക്കുകയും ചെയ്തു. ഈ സമയം ഇംഗ്ലണ്ടിലെ രാജാവായ ഹെൻറി 8 റോമൻ സഭയും തമ്മിലുള്ള ബന്ധം വഷളായി. അല്ല, മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെയുള്ള ഈ സമയം അല്ലേ, കാൽവിനിസത്തിന്റെ സമയത്ത് എന്താണ് ഉണ്ടായെന്ന്? ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ഹെൻറി 8. ഇംഗ്ലണ്ടിലെ അന്നത്തെ രാജാവ് ഹെൻറി 8. 1509 മുതൽ 1547 വരെയായിരുന്നു ആ കാലയളവ്. റോമൻ സഭയും തമ്മിലുള്ള ഹെൻറി 8 റോമൻ സഭയും തമ്മിലുള്ള ബന്ധം വഷളായി. ഈ സമയം കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? വഷളാകാൻ ഉള്ള ബന്ധം വഷളായി. കാതറിനുമായുള്ള ഹെൻറിയുടെ വിവാഹബന്ധം, അയാളുടെ
ഭാര്യയായ കാതറിനുമായുള്ള ഹെൻറിയുടെ വിവാഹബന്ധം വഷളായി. അന്ന് കാതറിനുമായുള്ള വിവാഹബന്ധം അസാധുവായി പ്രഖ്യാപിച്ച് ആനി ബോളിനെ വിവാഹം കഴിക്കാൻ സഭ അനുവദിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹം ആംഗ്ലിക്കൻ സഭ തുടങ്ങുകയും ഇംഗ്ലണ്ടിലെ സഭയുടെ തലവനായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. തന്നെത്താനാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? റോമൻ സമയമുള്ള ബന്ധം വഷളായത് എന്തുകൊണ്ടാണ്? കാതറിനുമായുള്ള അന്നത്തെ നിലവിലുള്ള ഭാര്യയുമായിട്ടുള്ള ഹെൻറിയുടെ വിവാഹബന്ധം, കാതറിനുമായുള്ള വിവാഹബന്ധം അസാധുവായി പ്രഖ്യാപിച്ച് അത് ആനി ബോൾ എന്ന സ്ത്രീയെ വിവാഹം കഴിക്കാൻ സഭ അനുവദിച്ചില്ല. ഇതിന്റെ പേരിൽ അദ്ദേഹം ആംഗ്ലിക്കൻ സഭ തുടങ്ങുകയും ഇംഗ്ലണ്ടിലെ സഭയുടെ തലവനായി സ്വയം പ്രഖ്യാപിച്ചു. അന്നത്തെ ഇംഗ്ലണ്ടിന്റെ സഭയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആരാണ് ഇതൊക്കെ ചെയ്തത്? ഹെൻറി എട്ടാമൻ. ആരായിരുന്നു? ഇംഗ്ലണ്ടിലെ രാജാവ്. ഏത് കാലയളവിലായി? 1509 മുതൽ 1547 വരെ. പാശ്ചാത്യ സഭയിൽ 16-ാം നൂറ്റാണ്ടിലുണ്ടായ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം കത്തോലിക്ക സഭയിൽ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കി. അതുകൊണ്ട് വലിയ നേട്ടം. പാശ്ചാത്യ സഭ എന്ന രണ്ട് ഭാഗമായി, പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും അല്ലേ? അതിൽ പാശ്ചാത്യ സഭയിൽ 16-ാം നൂറ്റാണ്ടിലുണ്ടായ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം കത്തോലിക്ക സഭയിൽ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കി. അവിടെ അണ്ടർലൈൻ ചെയ്യണം. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം കൊണ്ടുണ്ടായത് കത്തോലിക്ക സഭയിൽ ഒരു നവീകരണം, അതിനുള്ള പശ്ചാത്തലമൊരുക്കി. സഭാ നവീകരണം പൂർണ്ണമായും കൈവരുന്നത് 1545 പോൾ മൂന്നാമൻ പാപ്പ വിളിച്ചുകൂട്ടിയ ചരിത്ര പ്രസിദ്ധമായ തെന്ത്രോസ് സാർവത്രിക സൂനകദോസിലൂടെയാണ്. പാശ്ചാത്യ സഭയിൽ 16-ാം നൂറ്റാണ്ടിലുണ്ടായ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം കത്തോലിക്ക സഭയിൽ ഒരു നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കി. ഏത് സഭയിലാണ്? പാശ്ചാത്യ സഭയിൽ. ഏത് നൂറ്റാണ്ടില്? 16-ാം നൂറ്റാണ്ടില്. ഏത് വിപ്ലവം? പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം. സഭാ നവീകരണം പൂർണ്ണമായും കൈവരുന്നത്, ഈ നവീകരണം പൂർണ്ണമായത് 1545 പോൾ മൂന്നാമൻ പാപ്പ വിളിച്ചുകൂട്ടിയ ചരിത്രപ്രസിദ്ധമായ തെന്ത്രോസ് സാർവത്രിക സൂനദോസിലൂടെയാണ്. അപ്പോൾ അവിടെ അണ്ടർലൈൻ ചെയ്യണം. 1545 പോൾ മൂന്നാമൻ പാപ്പ കൂടിയ ചരിത്രപ്രസിദ്ധമായ തെന്ത്രോസ് സാർവത്രിക സുനോദോസാണ്. വെറുതെ സുനോദോസ് അല്ല, തെന്ത്രോസ് സാർവത്രിക സുനോദോസിലൂടെയാണ് പാപ്പ ഇത് വിളിച്ചുകൂട്ടിയത്. എന്തിനാണ്? പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിലുണ്ടായ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കി സഭാ നവീകരണം പൂർണ്ണമായും കൈവരുന്നത് ഈ സുനോദോസിലൂടെയാണ്. സഭയിൽ നിന്നും മാറി മാർട്ടിൻ ലൂതർ സ്വന്തമായി ഒരു സഭ രൂപീകരിക്കുകയും കത്തോലിക്ക സഭയെ വെല്ലുവിളിക്കുകയും ചെയ്തു. എന്ത് ചെയ്തു? സഭയിൽ നിന്ന് മാറി മാർട്ടിൻ ലൂതർ, നമ്മൾ ആദ്യം പഠിച്ചല്ലേ, സ്വന്തമായി ഒരു സഭ രൂപീകരിക്കുകയും കത്തോലിക്ക സഭയെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതും സഭ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചില രാജാക്കന്മാരും ചക്രവർത്തിമാരും സഭയെ വെല്ലുവിളിച്ചു. ഹെൻറി എട്ടാമൻ രാജാവ് തന്റെ വ്യക്തിപരമായ ലക്ഷ്യം സാധിക്കുന്നതിന് ആംഗ്ലിക്കൻ സഭയ്ക്ക് രൂപം നൽകി. ഇതെല്ലാം സഭയെ ഭിന്നിപ്പിക്കാൻ വന്ന വലിയ വലിയ കാര്യങ്ങളായിരുന്നു. ഇനി വിശുദ്ധ നഗരമായ ജെറുസലേമിൽ ക്രിസ്ത്യാനികളെ വിലക്കിയ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ കുരിശുയുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. ഒരുപാട് കുരിശുയുദ്ധങ്ങൾ നടത്തിയാണ് നമ്മൾ നമ്മുടെ സ്വന്തം ഈ പുണ്യസ്ഥലങ്ങളെല്ലാം വീണ്ടും നേടിയെടുത്തതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ജെറുസലേമിലെ ക്രിസ്ത്യാനികളെ വിലക്കി. ഏത്? വിശുദ്ധ ജെറുസലേമിൽ പോകാൻ പാടില്ല, അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, അവർക്ക് അധികാരമില്ലാതാക്കി. ആരാണത്? മുസ്ലിം ഭരണാധികാരി. അവർക്കെതിരെ ഒരുപാട് കുരിശുയുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു. ഇത് സഭയെ നേരിട്ട വലിയ വെല്ലുവിളികളാണ്. തൽഫലമായി സഭ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഫ്രഞ്ച് വിപ്ലവവും യൂറോപ്പിലെ വ്യാവസായിക വിപ്ലവവും റഷ്യയിലെ കമ്മ്യൂണിസവും സഭയ്ക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തിയ സാഹചര്യങ്ങളായിരുന്നു. എന്തൊക്കെയാണ്? ഫ്രഞ്ച് വിപ്ലവം, യൂറോപ്പിലെ വ്യാവസായിക വിപ്ലവം, റഷ്യയിലെ കമ്മ്യൂണിസം. കേട്ടല്ലേ? റഷ്യക്ക് മാനസാന്തരത്തിനൊക്കെ ഉണ്ട് മാതാവ് പ്രത്യക്ഷപ്പെടുകയും കുഞ്ഞുമക്കളോട് പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ റഷ്യയിലെ കമ്മ്യൂണിസവും സഭയ്ക്കെതിരെ വെല്ലുവിളി ഉയർത്തിയ സാഹചര്യങ്ങളായിരുന്നു. ഇതിപ്പോൾ 1 by 1 ആയിട്ട് സഭയ്ക്കുണ്ടായ ഒരുപാട് വെല്ലുവിളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കണം. ഇതെല്ലാം പ്രത്യേകം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ? അതെല്ലാം നിങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒന്നിച്ച് എല്ലാ ചോദ്യങ്ങളും തരാം, പക്ഷേ അന്നുള്ള കുറച്ചെടുക്കുന്നുള്ളൂ. അത് നിങ്ങൾ വായിക്കണം. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പുസ്തകത്തിലേക്ക് പകർത്തണം. ഇന്ന് മതി. ഇനി അടുത്ത വെല്ലുവിളികൾ, ഇന്ന് സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്.
അത് സഭയ്ക്കകത്ത് നിന്നുള്ളതുണ്ട്, പുറത്ത് നിന്നുള്ളതുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ടീച്ചർ പറഞ്ഞത് മനസ്സിലായാൽ നിങ്ങൾ എടുക്കണം അന്നന്ന് ആ ഞായറാഴ്ച ആ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവിടെ ഇരുന്ന് നന്നായിട്ട് വായിക്കുക. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞാലും ചെയ്തിട്ടുണ്ടാവും. അത് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് മറ്റ് വിഷയങ്ങൾ പഠിക്കാൻ വളരെ എളുപ്പമാവും. അത് തീർച്ചയാണ്. അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നമ്മളെ പഠിപ്പിക്കും വേണം. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഈശ്വരനെ ഞാൻ ആദ്യം പഠിക്കും, അല്ലേ? എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ ആദ്യം പഠിക്കും. ഒരു ഹാഫ് ആൻ അവർ മതി, നിങ്ങൾക്കത് കിട്ടും. എന്തല്ലേ വളരെ എളുപ്പമുള്ള വാക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ചില പേരുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഹെൻറിയറ്റ ആമൻ, മാർട്ടിൻ ലൂതർ, കാതറിൻ, അതങ്ങനെയൊക്കെ കുറച്ച് പേരുകളുണ്ട്. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അത് ചെയ്യണം. നിങ്ങൾ ഇത്തിരി പ്രാധാന്യം കൽപ്പിക്കണം ദൈവീക കാര്യങ്ങൾക്ക്. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈ മാസം മുഴുവൻ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കളയരുതിട്ടാ. നമ്മുടെ വ്യക്തിപരമായ ആവശ്യമാണത്. ഈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പ്രത്യേകം അതും കൂടി ചെയ്ത് തീർക്കുക. പിന്നെ ആദിമസമയം ഇത്രയധികം പീഡനങ്ങൾ സഹിച്ചിട്ടും സഭ ഇന്നും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. സഭയ്ക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല, ആരും പറയണതല്ല. പക്ഷേ ആ വിശ്വാസം, ആ ഉറച്ച വിശ്വാസം നമുക്ക് നേടിയെടുക്കണം. ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്നത്. പിന്നെ നമ്മുടെ സഭയെ